ഓടിക്കത് പറഞ്ഞ വലിയ പ്രശ്നം. പേടിക്കണ്ട. ഇത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വാട്ടർ ബഫലോ പോത്ത്, നമ്മുടെ കാളപ്പൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം. വെള്ളത്തിൽ, പ്രത്യേകിച്ച് ചളി വെള്ളത്തിൽ ഇങ്ങനെ ഓട്ടുക എന്ന് പറഞ്ഞാൽ തിന്നൊരു രസം. ഓട്ടം കണ്ട അവൻ്റെ സ്ഥലം എന്നാ തോന്നുക കേട്ടോ. മുതലാളി എന്നുള്ള രൂപത്തിലാണ് ഓട്ടുക. നമ്മൾ പാരമ്പര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ടീംസാണ് നമ്മളുടെ അരി ഉണ്ടാക്കുന്ന ഫാംസിൻ്റെ നട്ടല്, പാടങ്ങളുടെ നട്ടല്. ഈ പറഞ്ഞ പോത്ത് കേടുവരുത്തിയിരിക്കുക അതിൻ്റെ ഓണർ, വെറുതെ ലാളിച്ചിട്ട് അറിയില്ല, നിൽക്കണില്ല. പുള്ളി ചാടി 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 പോയി കഴിഞ്ഞാൽ ഈ കർഷകൻ എന്താ ഗുണം വെച്ചാൽ മണ്ണൊക്കെ ഒന്നില്ലെങ്കിൽ കിട്ടും അല്ലേ. അത് കർഷകൻ കഷ്ടപ്പെട്ട് അപ്പുറത്ത് ഇങ്ങനെ ഉഴുതു മറിച്ചോണ്ടിരിക്കുക. പുള്ളിക്കാരൻ എന്താ പട്ടീൻ്റെ പുറകെ ഓടി കളിക്കാൻ തോന്നുന്നു അല്ലേ. എല്ലാം കഴിഞ്ഞ് മഴത്ത് ഇതിൻ്റെ പണി കിട്ടില്ല, കുമിളായിട്ട് കളിക്കുക, തലക്ക് നീക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ബബിൾസ് ഉണ്ടാവില്ലേ, അതും ചളി പിടിച്ച വെള്ളമാണെങ്കിൽ ബബിൾസിന് പ്രത്യേക രസം ഉണ്ടാവില്ലേ, കളിക്കാൻ പറ്റിയ സ്ഥലം. ഈ പണിയെടുക്കാത്ത പോത്തിനെ ഇങ്ങനെ വളർത്തുന്നതിൽ ചിലപ്പോൾ ഈ കർഷകൻ ചെയ്യുന്നത് വിടിത്താന്നൊക്കെ തോന്നും. കിടക്കണ കിടപ്പ് കണ്ടില്ലേ, അതിൻ്റെ മേത്തൊരു പട്ടിയുണ്ട്. ഇത് കണ്ടാൽ തോന്നും പണിയെടുക്കാത്തവന്മാർ തന്നെയാണ് അല്ല. അതിൽ വീട്ടിൽ ഉണ്ടല്ലേ സുഭിക്ഷ, സുന്ദരമായ രാജകീയ ജീവിതം. ഇത് അവരുടെ എന്തോ ജംഗമ വസ്തുക്കളൊന്നുമല്ല, അവരുടെ കുടുംബ ഫാമിലി മെമ്പറാണ്. തണുപ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ താമസം പിന്നെ വീട്ടിനകത്താണ്. നല്ല തീയിട്ട് തീയും കഴിഞ്ഞ് ഈ പോത്തും പട്ടിയും കൂടെ ഈ കർഷകനും അയാളുടെ അപ്പൂപ്പനും ചൂടും കഴിഞ്ഞ് സുന്ദരം സുഭിക്ഷം അല്ലേ. ഒരു ടെൻഷനും ഇല്ലാത്ത ലൈഫ്. ഇതിനല്ലേ ലൈഫ് എന്ന് പറഞ്ഞത്.